بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ആ ചെയർ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് കയറ്റിട്ടിരുന്നുള്ളൂ. ചെയർ അവിടെ ഉണ്ട്, ആവശ്യക്കാർക്ക് ചെയർ എടുക്കാം കേട്ടോ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ ആഴ്ച തോറുമുള്ള ക്ലാസ്സിൽ ഇന്ന് നമ്മൾ റമദാനിന് മുമ്പ് താൽക്കാലികമായി നിർത്തിവെക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ. അപ്പോൾ അങ്ങനെ ഒരു സമാപനം എന്ന നിലയിൽ പരിശുദ്ധ റമദാനിൻ്റെ ആഗമനം മുമ്പിൽ കണ്ടുകൊണ്ട് റമദാനിനെ സ്വാഗതം ചെയ്യുക എന്ന ഒരു വിഷയത്തെ കേന്ദ്രീകരിച്ച് കുറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിലെ പ്രധാനമായ ലക്ഷ്യം. റമദാൻ മാസം എല്ലാ വർഷവും നമ്മളിലേക്ക് സമാഗതമാകും. അത് അതിൻ്റെ ദൗത്യം പൂർത്തിയാക്കി മടങ്ങിപ്പോവുകയും ചെയ്യും. അവിടെ നമ്മൾ എത്രമാത്രം റമദാൻ ഉപയോഗപ്പെടുത്തി എന്നിടത്താണ് റമദാനിൻ്റെ ആഗമനവും മടക്കയാത്രയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് റമദാൻ എന്നൊരു ചോദ്യം നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. എന്തിനു വേണ്ടിയാണ് റമദാൻ? അതിന് നമുക്ക് ഉത്തരം ഉണ്ടായിരിക്കണം. ഇപ്പൊ നോമ്പിന്റെ മുമ്പുള്ള ഈ കുറഞ്ഞ ദിവസങ്ങൾ ആ ഉത്തരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പൊ ഇങ്ങനൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ഈ സദസ്സിലേക്ക് ചോദിച്ചാൽ ഒരു ഏകീകൃത മറുപടി പറയാൻ കഴിയില്ല. പലരും പല അഭിപ്രായങ്ങളായിരിക്കും പറയാം, പല വിഷയങ്ങളും പറയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് ചുരുങ്ങിയ വാക്കുകൾ കൊണ്ടൊന്ന് മനസ്സിലാക്കിയിരിക്കണം. എന്തിനാണ് റമദാൻ എന്ന ചോദ്യത്തിന്റെ ഒന്നാമത്തെ മറുപടി മനുഷ്യനായി തീരുക എന്നുള്ളതാണ് റമദാന്റെ ഒന്നാമത്തെ ലക്ഷ്യം. കാരണം അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ മറ്റുള്ള സൃഷ്ടികളിൽ നിന്നും വ്യത്യസ്തതയുണ്ട് മനുഷ്യന്. ലോകത്തുള്ള എല്ലാ സൃഷ്ടിജാലങ്ങൾക്കും അവയുടെ സ്വഭാവവും അവയുടെ പ്രവർത്തനങ്ങളും മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്കില്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് നമ്മൾ നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കോഴിയാണെങ്കിൽ ആ കോഴി എന്ന് ഈ ഭൂമിയിൽ ഉണ്ടായോ അന്ന് മുതൽ എന്ത് പ്രവർത്തനമാണ് അവിടെ ചെയ്യുന്നത് അത് തന്നെ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കോഴി ഒരിക്കലും പോത്തിനെ പോലെ ആകാൻ ശ്രമിച്ചിട്ടില്ല. കോഴി ഒരിക്കലും പാമ്പിനെ പോലെ എഴയാനും ശ്രമിച്ചിട്ടില്ല. മനുഷ്യനെ പോലെ വർത്തമാനം പറയാനുള്ള ശ്രമവും ഇല്ല കോഴിക്ക്. വീട്ടിൽ വളർത്തുന്ന ഒരു കോഴിയാണ് എന്ന് കരുതിക്കൊണ്ട് അടുക്കളയിൽ വ്യത്യസ്തമായിരിക്കുന്ന ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നുണ്ടല്ലോ, ഞാനും എന്ത് ചെയ്യാം, ഇന്ന് മുതൽ ഒരു മുരിങ്ങയില ഉപ്പേരി ഉണ്ടാക്കി കഴിക്കാം എന്ന് ഒരു പൂവൻ കോഴിയോ പിടക്കോഴിയോ കരുതാറുമില്ല. അതിപ്പോഴും ആ കാലുകൊണ്ട് ചികഞ്ഞ് കൊത്തിപ്പിറക്കി തിന്നാണ് ജീവിക്കുന്നത്. അത് ഇപ്പോഴും അതിൻ്റെതായ ശബ്ദം മാത്രമാണ് പുറപ്പെടുവിക്കുന്നത്. അവയ്ക്കൊന്നും ഒരു മാറ്റമില്ല. എന്ന് പറഞ്ഞാൽ മനുഷ്യരല്ലാത്ത സകലമാന ജീവികളും അവയിൽ അള്ളാഹു പ്രോഗ്രാം ചെയ്തിരിക്കുന്ന ആ ഒരു നിലയിൽ തന്നെയാണ് ഈ ലോകത്ത് എല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവുക, മാറ്റം ഉണ്ടാവില്ല. പക്ഷെ മനുഷ്യനെ അള്ളാഹു താല സൃഷ്ടിച്ചപ്പോ അള്ളാഹു താല മനുഷ്യന് ഖിയാർ എന്ന ഒരു ഇത് കൊടുത്തു, പ്രത്യേകത കൊടുത്തു. ഖിയാർ എന്ന് പറഞ്ഞാൽ അവന് ചില കാര്യങ്ങളെ ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കാനുള്ളതായ സ്വാതന്ത്ര്യം കൊടുത്തു. അവന് ഏത് നിലയിലും ആകാം.
അങ്ങനെയാകുമ്പോ മനുഷ്യന് 3 തരത്തിലുള്ളതായ പ്രകൃതം മനുഷ്യന്റെ ജീവിതത്തിലുണ്ട്. 3 തരത്തിലുള്ള പ്രകൃതം. ഈ 3 തരത്തിലുള്ള പ്രകൃതവും ഇവിടെയുള്ള മറ്റു ജീവജാലങ്ങളിലേക്ക് മനുഷ്യന് പരിവർത്തനം കിട്ടാനുള്ള, അല്ലെങ്കിൽ അവയുടെ സ്വഭാവങ്ങളിലേക്ക് മാറാനുള്ള പ്രചോദനം തരുന്ന 3 ഖുവ്വത്ത് എന്നാണ് പറയുന്നത്. 3 തരം കരുത്തുകൾ. ആ 3 കരുത്തുകളെ നമ്മളൊന്ന് തിരിച്ചറിയാം. അതിൽ ഒന്നാമത്തെ ഖുവ്വത്ത് ഖുവ്വത്തുൽ ബഹായിം എന്നാണ്. ഖുവ്വത്തുൽ ബഹായിം. ബഹായിം എന്ന് പറഞ്ഞാല് മനുഷ്യരല്ലാത്ത ജീവികൾ, കന്നുകാലികൾ, ജന്തുക്കൾ. നമ്മളൊക്കെ ഈ ദർസിലൊക്കെ പഠിക്കുന്ന സമയത്ത് തീരെ ബുദ്ധിയില്ലാണ്ട് ജീവിക്കുന്ന, വർക്ക് ചെയ്യാണ്ട് ജീവിക്കുന്ന വിദ്യാർത്ഥികളെയൊക്കെ ഉസ്താദന്മാര് എടാ ബഹായിമെന്ന് വിളിക്കും. മലയാളത്തിൽ പറഞ്ഞ ജന്തു എന്നർത്ഥം. എടാ ജന്തു എന്നർത്ഥം എന്ന് പറഞ്ഞാല് വകതിരിവും ബോധവും ഇല്ലാത്ത ആള്. അതാണ് ഖുവ്വത്തുൽ ബഹായിം. കന്നുകാലികളുടെ ജന്തുവാസന, കന്നുകാലികളുടെ സ്വഭാവം അത് മനുഷ്യന്മാർക്കുണ്ട്. അത് മനുഷ്യരിൽ പ്രത്യേകമായി കുടികൊള്ളുന്ന ഒരു വികാരമാണ്. നമ്മളിലൊക്കെ ഉണ്ടത്. ആ കന്നുകാലികളുടെ സ്വഭാവം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. എന്താ കന്നുകാലികളുടെ സ്വഭാവം? കന്നുകാലികൾക്ക് ഒന്ന് വ്യവസ്ഥയില്ല. ഒരു കന്നുകാലിയും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ യൂറോപ്യൻ ക്ലോസറ്റിൽ പോയിട്ട് എന്ത് ചെയ്യുന്നില്ല, അവരുടെ കാര്യം സാധിക്കുന്നില്ല. ഒരു കന്നുകാലിയും വിലപിടിപ്പുള്ള ബെഡ്റൂമിൽ കിടന്നുറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അഥവാ കൊണ്ടുപോയി കിടത്തിയാൽ തന്നെ അവിടെ കിടക്കുകയില്ല. അത് കന്നുകാലികൾക്ക് ഇഷ്ടമുള്ളപ്പോ തിന്നാം, അവർക്ക് ഇഷ്ടമുള്ളപ്പോ തിന്നും, ഇഷ്ടമുള്ളിടത്ത് വെച്ച് തിന്നും. അവിടെ തന്നെ ആ തിന്നതിന്റെ മുകളിൽ തന്നെ കാഷ്ടിക്കും, അതിന്റെ മുകളിൽ തന്നെ മൂത്രിക്കും, അവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ എണ്ണ ചേരും, ഒക്കെ ചെയ്യും. ജീവിതത്തിന് വ്യവസ്ഥയില്ലാതെയാവുക എന്നുള്ളതാണ്. മനുഷ്യന്റെ ജീവിതത്തിൽ വ്യവസ്ഥയ്ക്ക് നിശ്ചയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചില ഘടകങ്ങളുണ്ട്. അത് അള്ളാഹു നിഅമത്തായി കൊടുത്തിരിക്കുന്നതാണ്. വ്യവസ്ഥ ഉണ്ടാകാൻ വേണ്ടി നിശ്ചയിച്ചത് ഏതൊക്കെയാണ്? ഒന്ന് കണ്ട് മനസ്സിലാക്കാനുള്ളതായ ഒരു കഴിവ് അള്ളാഹു തന്നു. 2 കേട്ട് മനസ്സിലാക്കാൻ കഴിയുക. 3 ചിന്തിച്ച് മനസ്സിലാക്കുക. ഈ 3 അല്ലാഹു തആല മനുഷ്യന് തന്നിരിക്കുന്ന, അവന് വിവേകമുള്ളവനാക്കാൻ തന്നിരിക്കുന്ന 3 വാസനകളാണ്, 3 കഴിവുകളാണ്. അള്ളാഹു അതിനേക്ക് സൂചിപ്പിച്ചുകൊണ്ട് തന്നെ പറയുന്നു, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്. ജിന്ന് വർഗത്തിൽ നിന്നും മനുഷ്യവർഗത്തിൽ നിന്നും ഒരു കൂട്ടം ആളുകളെ നാം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്, റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? ലിജഹന്നമ, നരകത്തിന് വേണ്ടി. അപ്പൊ നരകത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന ഒരു ടീം ഇവിടെ ഉണ്ട്. അവർക്ക് ഉള്ള പ്രത്യേകത എന്താണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ. അവർക്ക് ഹൃദയങ്ങളുണ്ട്, അല്ലെങ്കിൽ ചിന്താ മണ്ഡലങ്ങളുണ്ട്, പക്ഷെ അവർ ചിന്തിക്കൂല. വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ. കണ്ണുകളുണ്ട്, അതുകൊണ്ട് കാണേണ്ട കാര്യങ്ങൾ അവർ കാണില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ. ചെവികളുണ്ട്, പക്ഷെ അവര് കേൾക്കേണ്ടത് അതുകൊണ്ട് കേൾക്കൂല. എന്നിട്ട് അല്ലാഹു ആ 3 സ്വഭാവങ്ങൾ ഉണ്ടായിട്ടും, 3 കാര്യങ്ങൾ ഉണ്ടായിട്ടും അതിൻ്റെതായ യഥാർത്ഥ ഉപകാരം എടുക്കാത്ത ആ മനുഷ്യനെ അള്ളാഹു ഉപമിക്കുകയാണ്. ഉലൈക കൽ അൻആം, അവർ കന്നുകാലികളെ പോലെയാണ്. മനുഷ്യന്റെ സ്വഭാവമാണ് കന്നുകാലി അല്ല. ബൽഹും അദല്ല്. കന്നുകാലികൾ എന്ന് പറയണ്ട, ബൽഹും അദല്ല്, അതിനേക്കാൾ തരം താഴ്ന്നവനാണ്. ഒരു കന്നുകാലിയും ഒരു ആൺപോത്ത് മറ്റൊരു ആൺപോത്തിനെ ലൈംഗികമായി സമീപിക്കാറില്ല. ഇല്ല. ഒരു പൂവങ്കോഴി മറ്റൊരു പൂവങ്കോഴിയുടെ പുറത്ത് ഈ പണിക്ക് കയറാറില്ല. ഒരു പെടക്കോഴിയും തമ്മിൽ ലെസ്ബിയൻ സെക്സ് നടത്താറില്ല. ഇല്ല. ഒരു കന്നുകാലികളും സ്വവർഗരതിയിലേക്ക് പോക്കില്ല. പക്ഷെ മനുഷ്യൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ബൽഹും അദല്ല് എന്ന് പറയുമ്പോൾ അതിനേക്കാൾ തരം താഴണ്ടേ? മൃഗത്തെക്കാൾ താഴും മനുഷ്യൻ.
ഒരു കന്നുകാലിയും ആയുധമെടുത്ത് ഒന്നിനെയും കൊല്ലാൻ പോകാറില്ല. അവർ തമ്മിൽ യാദർച്ഛികമായ ഏറ്റുമുട്ടലുണ്ടാകുമ്പോൾ കൊല്ലണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. അവർക്കിടയിലുള്ളതായ തർക്കങ്ങൾ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ യാദർച്ഛികമായി സംഭവിച്ചുള്ള അബദ്ധങ്ങൾ മാത്രമാണ്, അല്ലെ? ബുദ്ധിയും വിവേകവും ചിന്തയും ഉണ്ടെന്നൊക്കെ അവകാശപ്പെടുന്ന മനുഷ്യൻ സ്വന്തം ഉമ്മാനെയും വല്യമ്മാനെയും ഒക്കെ കൊല്ലുക എന്ന് പറഞ്ഞാൽ, കാമുകിനെ വിളിച്ചു വരുത്തിട്ട് വന്നു, ഭക്ഷണം മേടിച്ചു കൊടുത്തിട്ട് കൊന്നു. 88 വയസ്സായ അമ്മമ്മാന്റെ അടുത്ത് പോയിട്ട് പൈസ ചോദിച്ചപ്പോ ഒരു മാലയുള്ളൂ മോനെ, മരിച്ചാല് മറവ് ചെയ്യാന് കഫൻ തുണി മേടിക്കാനും മറവ് ചെയ്യാനുള്ള കൂലിക്കും ആ മാല വിട്ടിട്ട് വേണം മോനെ, വേറൊന്നും എൻ്റെ ഇല്ല എന്ന് പറഞ്ഞപ്പോ 9 മിനിറ്റ് കൊണ്ടൊരു വല്യമ്മാനെ 87 വയസ്സുള്ള ഉമ്മാനെ തലക്ക് ചുറ്റിക്കൊണ്ട് അടിച്ചിട്ട് കൊന്നിട്ട് പോകുന്നു. മനുഷ്യൻ മൃഗത്തേക്കാൾ താങ്ങുന്നല്ലേ എന്നർത്ഥം. ഏതെങ്കിലും ഒരു മൃഗം ഇപ്പണി ചെയ്തതായിട്ട് എവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? അപ്പൊ അതാണ് ഒന്നാമത്തെ പ്രകൃതം, ഖുവ്വത്തുൽ ബഹാഇം. അത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ അതുണ്ട്, നമ്മളിൽ കുടികൊള്ളുന്നുണ്ടത്. അത് പുറത്തേക്ക് വരാത്തതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. നമ്മളിലൊന്നും ഇതൊന്നും പുറത്തേക്ക് വരാത്തത് എന്താണെന്നത് നമ്മുടെ വിഷയത്തിന്റെ അവസാനത്തിൽ വിശദീകരിക്കും. രണ്ടാമത്തേത് ഖുവ്വത്തു ശൈത്താൻ, പൈശാചിക വാസന എന്ന് പറയാം. പൈശാചിക വാസന എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ശൈത്താന്റെ സ്വഭാവം. ശൈത്താന്റെ സ്വഭാവം എന്താ? ശൈത്താന്റെ സ്വഭാവം കാര്യം ശരിയാണെന്ന് ബോധ്യപ്പെട്ടാലും തിന്മ ചെയ്യാനുള്ളതായ ഒരു താല്പര്യം, തിന്മ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അത് മനുഷ്യനിലുണ്ട്. അത് പിശാചിനുള്ളതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിനെ പിശാചായി പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ അവനെ നല്ലൊരു പദവി കൊടുത്താണ് ആദരിച്ചത്. മലക്കുകളോടൊപ്പമാണ് അവൻ ജീവിച്ചത്, ജിന്നവർഗത്തിൽപ്പെട്ടതാണ്. പക്ഷെ അവൻ ജീവിച്ചത് ആരോടൊപ്പം? മലക്കുകളോടൊപ്പം ജീവിച്ചത്. എന്ന് പറഞ്ഞാൽ ഏറ്റവും ഉത്കൃഷ്ട സൃഷ്ടികളാണ് മലക്കുകൾ, അവരോടൊപ്പമാണ് ജീവിച്ചത്. സ്വർഗം അവനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം കണ്ട് മനസ്സിലാക്കിയ ആളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പും സൃഷ്ടി മാഹാത്മ്യവും എന്താണെന്ന് കൃത്യമായി ബോധ്യമുള്ളവനാണ് അവൻ. അവനോടല്ലേ അള്ളാഹു താല പറഞ്ഞത്, എന്റെ സൃഷ്ടിയായ ആദമിന് സുജൂദ് ആദമിനൊന്ന് സുജൂദ് ചെയ്യൂ എന്ന് പറഞ്ഞത്. എല്ലാവരും സുജൂദ് ചെയ്തു, പക്ഷെ അവൻ വൈമനസ്യം കാണിച്ചു. അതായത് ശരിയാണ് എന്ന് മനസ്സിലാക്കി അറിഞ്ഞിട്ടും, അറിയില്ലായ്മയല്ല, അറിഞ്ഞിട്ടും തിന്മ ചെയ്യാൻ, അള്ളാഹിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കാനുള്ളതായ ഒരു ടെൻഡൻസി അത് മനുഷ്യനുണ്ട്. അത് നമ്മളെല്ലാം കുടികൊള്ളുന്നുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, വഇദാ ഖീല ലഹും അവരോട് പറയപ്പെടുകയാണ് എങ്കിൽ, ആമിനു നിങ്ങൾ വിശ്വസിക്കൂ, കമാ ആമനന്നാസ് ജനങ്ങൾ വിശ്വസിച്ചതുപോലെ. അപ്പൊ അവര് പറയും, അനുഅ്മിനു കമാ ആമന സുഫഹാ, വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണമോ? എന്നിട്ട് പറയുന്നുണ്ട്, അല്ലാഹു തആല പറയുന്നുണ്ട്, സത്യവിശ്വാസികളെ കണ്ടുമുട്ടിയാൽ അവര് പറയും, ഖാലു ആമന്ന, ഞങ്ങൾ മുഅ്മിനീങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മളോടൊപ്പം കൂടും, മുഅ്മിനീങ്ങളോടൊപ്പം കൂടും. അവർ അവരുടെ ശൈത്താന്മാരുടെ അടുത്തേക്ക് പോയാൽ, ശൈത്താന്മാരെ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ? ഈ ശൈത്താനിയത്തല്ല, അവരുടെ നേതാക്കന്മാരാണ്. നേതാക്കന്മാർ, അതായത് ശരിയാണ് ഇതെന്നറിയാം, എന്നിട്ട് ആ ശരിയെ എതിർക്കാൻ വേണ്ടി തിന്മയിലേക്ക് ജനങ്ങളെ കൊണ്ടുപോകുന്ന നേതാക്കന്മാർക്ക് ഖുർആൻ ഇട്ട പേര് ശൈത്താൻ എന്നാണ്. ഖുവ്വത്തു ശൈത്താൻ അത് മനുഷ്യനിലുണ്ട്. മൂന്നാമത്തെ പ്രകൃതം ഖുവ്വത്തുൽ മലായിക, മലക്കുകളുടെ ഗുണമാണ്, മലക്കുകളുടെ സ്വഭാവം. മലക്കുകളുടെ സ്വഭാവം എന്താണ്? ലാ യഅ്സുനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ, അല്ലേ? അവരോട് കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾക്ക് എതിരായിട്ടൊന്നും അവർ ചെയ്യൂല. അവരോട് എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് അതുപോലെ തന്നെ കൃത്യമായി നിർവഹിച്ചു പോകുന്ന ആളുകൾ. അങ്ങനെ ഒരു സ്വഭാവവും മനുഷ്യനിലുണ്ട്. ഈ മൂന്നും ഒരുമിച്ച് മനുഷ്യനിൽ കുടികൊള്ളുന്നുണ്ട്. എന്റെ ഒരു സംസാര പാഠവം കൊണ്ടോ വാക്ചാതുര്യത കൊണ്ടോ
നിങ്ങളെ വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, 1 മണിക്കൂർ ഖുവ്വത്തുൽ മലായിക്കത്തിൽ കൊണ്ടിരുത്താൻ പറ്റും. ഖുവ്വത്തുൽ മലായിക്കയിൽ മലക്കുകളുടെ സ്വഭാവത്തിൽ നിങ്ങളെ കൊണ്ടുപോയി ഇരുത്താൻ പറ്റും. കൃത്യമായി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്ത് ഒരു തരത്തിലും നിങ്ങൾ അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കാത്ത നിലയിൽ നിങ്ങളെ സെറ്റ് ചെയ്ത് 1 മണിക്കൂറൊക്കെ കൊണ്ടു നടക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളെ ഖുവ്വത്തുൽ ബഹായിമയിലേക്കും കൊണ്ടുപോകാം, കന്നുകാലികളുടെ സ്വഭാവത്തിലേക്കും കൊണ്ടുപോകാം, ഖുവ്വത്തുൽ ശൈത്താനിലേക്കും കൊണ്ടുപോകാം. അപ്പൊ ഇത് 3 സ്വഭാവങ്ങൾ 3 ആളുകളിലല്ല, 3 സ്വഭാവങ്ങളിലും മനുഷ്യന്മാരിൽ കുടികൊള്ളുന്നുണ്ട്. അവിടെ അല്ലാഹു തആല വിശുദ്ധ റമദാൻ മാസത്തിലൂടെ നമ്മളെ ഉയർത്തുന്നത് ഖുവ്വത്തുൽ മലായിക്കത്ത്, മലക്കുകളുടെ സ്വഭാവത്തിലേക്ക് നമ്മൾ ഉയർത്തുകയാണ്. മലക്കുകളുടെ സ്വഭാവത്തിലേക്ക് ഉയർത്തുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കണം. മലക്കുകളോട് കൽപ്പിച്ച കാര്യങ്ങൾക്ക് ഒരു എതിരുമില്ല. അവർ എന്ത് കൽപ്പിച്ചാലും അവർ പ്രവർത്തിക്കും. ആ എന്ത് കൽപ്പിച്ചാലും ഞാൻ ചെയ്യും എന്ന ഒരു സ്വഭാവത്തിലേക്ക് റമദാൻ നമ്മളെ അങ്ങ് മാറ്റുകയാണ്. റമദാനിന്റെ ആ പ്രഖ്യാപനം വന്നാൽ, റമദാന്റെ ഏത് സമയത്താണോ റമദാൻ ആരംഭിക്കുന്ന ആ സമയം ആരംഭിച്ചാല് നമ്മളുടെ എല്ലാം മൈൻഡ് മൊത്തം മാറി, കാഴ്ചപ്പാടുകൾ മാറി. രാത്രി തറാവീഹ് നിസ്കരിക്കാൻ വേണ്ടി വേഗം മസ്ജിദിലേക്ക് നമ്മൾ വരാൻ തയ്യാറായി, നമ്മൾ സെറ്റായി. നല്ല ഉറക്കച്ചടവുണ്ടെങ്കിലും അത്താഴത്തിന് എഴുന്നേറ്റ് താല്പര്യം ഇല്ലെങ്കിലും അത്താഴം കഴിക്കും. അപ്പൊ കഴിക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും കഴിക്കും. ആ പകല് മുഴുവൻ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം നമ്മൾ ഒഴിവാക്കാൻ തയ്യാറാകുന്നു. ഏറ്റവും പ്രിയപ്പെട്ടത് അതാണ്. നോമ്പെന്ന് പറഞ്ഞാൽ, സൗം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഭക്ഷണമല്ലേ, അല്ലേ? ആദ്യം വരുന്നത് നോമ്പ് പിടിക്കലാണോ നോമ്പ് തുറക്കലാണോ? നോമ്പ് തുറക്കൽ ആദ്യം വരിക. നോമ്പ് തുറക്കലിനെ പറ്റിയാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുക. നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. റമദാൻ വിപണി സജീവമായി എന്നൊക്കെ വരുന്നില്ലേ പത്രത്തില്? എന്തിനാ റമദാനിൽ എന്തിനാ വിപണി സജീവമാകേണ്ടത്? വിപണി അടച്ചുകൂട്ടല്ലേ വേണ്ടത് റമദാനിൽ സാധാരണ വീട്ടിൽ 10 കിലോ അരിപ്പൊടി മേടിക്കുന്നുണ്ടെങ്കിൽ റമദാനിൽ എത്ര കിലോ മേടിക്കും? 20 ആവും, അല്ലേ? സജീവമാകണേ ചെയ്യുന്നത്. സത്യത്തിൽ പട്ടിണി കിടക്കണേന് എന്തിനാണ് സാധനങ്ങൾ കൂടുതൽ മേടിക്കുന്നത്? അപ്പൊ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഭക്ഷണം. ഈ 20 കിലോയും തിന്നു തീർക്കുന്നുണ്ട് ഇല്ല, പക്ഷെ നമ്മളുടെ ആ പ്രിയം അതിനോടായതുകൊണ്ട് നമ്മൾ അതിന്റെ മുകളിലാണ് കൂടുതൽ സമയം ചിന്ത. അപ്പൊ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം നമ്മൾ ഒഴിവാക്കാൻ തയ്യാറാണ്. പിന്നെ നമ്മളുടെ പലതും നമ്മൾ നിയന്ത്രിക്കാൻ തയ്യാറാകുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മലക്കുകളോളം അല്ല ഉയരുന്നത്, പിന്നെയോ മലക്കുകളെക്കാൾ മുകളിലേക്കാണ് പോകുന്നത്. മനുഷ്യനാണോ മലക്കുകളാണോ മഹത്വം എന്നൊരു ചർച്ച നടക്കുന്നുണ്ട്. പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ചയാണ്. മനുഷ്യന്മാർക്കാണോ മലക്കുകൾക്കാണോ മഹത്വം കൂടുതലുള്ളത് എന്നുള്ളത്. ആ ചർച്ച വലിയ ചർച്ചയാണ്. നമ്മുടെ ക്ലാസ്സിലൊന്നും അത് എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? മലക്കുകൾ എന്നുള്ള ചർച്ച എടുത്തിട്ടില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് എടുക്കാം, ഏതെങ്കിലും സമയത്ത് എടുക്കാം. അപ്പൊ ആ ചർച്ചയിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, യഥാർത്ഥ ആബിദീങ്ങളായ മനുഷ്യന്മാർ അവർ മലക്കുകളെക്കാൾ ഉന്നതമായ പദവിയിലാണ്, മലക്കുകളുടെയും മുകളിലാണ്. എന്ന് പറഞ്ഞാൽ മലക്കുകൾ വന്ന് ഷേക്ക് ഹാൻഡ് കൊടുക്കും. അങ്ങനത്തെ ഒരു ടീമാണ് സലാഹിയത്തിൽ, നന്മയിൽ മുകളിലേക്ക് പോയ മനുഷ്യന്മാരെന്നാ പറയുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മലക്കുകളെ അല്ലാഹു തആല പ്രോഗ്രാം ചെയ്തിരിക്കുന്നത് ഭക്ഷണം കഴിക്കണ്ട എന്ന നിലയിലാണ്. വിശപ്പില്ല അവർക്ക്, അവർ ഭക്ഷണം കഴിക്കില്ലല്ലോ. അവർക്ക് ദാഹമില്ല, അവർക്ക് വൈകാരികതയില്ല, വികാര ചിന്താഗതികളൊന്നുമില്ല, ലൈംഗിക ചിന്താഗതികളൊന്നും മലക്കുകൾക്കില്ല. അവരിപ്പോ ഇനിയിപ്പോ കൺമുമ്പിൽ എന്തെല്ലാം അവരെ പ്രചോദിപ്പിക്കുന്ന, മനുഷ്യനെ പ്രചോദിപ്പിക്കുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അവരെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവർക്ക് ബാധകമല്ല. അപ്പൊ ഇതൊന്നുമില്ലാത്ത, വിശപ്പില്ല, ദാഹമില്ല, വികാരങ്ങളില്ലാത്ത മലക്കുകൾ അതെല്ലാം ഒഴിവാക്കി എന്നുള്ളത് ഒരു അത്ഭുത പണിയല്ല. അതൊക്കെ ഉള്ള മനുഷ്യൻ, ഇതൊക്കെ ഉണ്ട് നമുക്ക്. എന്നിട്ട് നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനയുടെ മുമ്പിൽ അത് ഒഴിവാക്കുമ്പോൾ അത് വലിയ ഒരു ത്യാഗം തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ മനുഷ്യൻ മലക്കുകളെക്കാൾ ഉന്നതമായ പദവിയിലേക്ക് മാറുക. അപ്പൊ റമദാൻ എന്തിന് എന്ന ചോദ്യത്തിന്റെ
ഒന്നാമത്തെ മറുപടിയാണ് നമ്മളെ അല്ലാഹു തആല നമ്മളുടെ പദവിയെ, മനുഷ്യൻ എന്ന ആ പദവിയെ അല്ലാഹു ഉയർത്തുകയാണ് ഏറ്റവും ഉത്തമമായ പദവിയിലേക്ക്. ആ പദവിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അല്ലാഹു നമുക്കിട്ടൊരു പേരാണ് നമ്മൾ മുത്തഖീങ്ങളായി എന്നുള്ളത്, തഖ്വയുള്ളവരായി. ഇതിനാണ് തഖ്വ എന്ന് പറയുന്നത്. അതായത് അള്ളാഹുവിന്റെ കൽപ്പന നമ്മുടെ മുമ്പിലേക്ക് ഉണ്ടാകുമ്പോൾ ആ കൽപ്പന നിറവേറുന്നതിന് വേണ്ടി നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് എന്താണോ ആ പ്രിയപ്പെട്ടതിനെ നമ്മൾ ഒഴിവാക്കാം, വേണ്ടാന്ന് വെക്കുക. അങ്ങനെ തഖ്വ നമ്മളിൽ ഉണ്ടാകുവാൻ വേണ്ടിയിട്ട് വിശുദ്ധ റമദാൻ മാസത്തെ നമ്മുടെ മുമ്പിലേക്ക് അല്ലാഹു തആല തന്നു. അതാണ് റമദാൻ കൊണ്ടുള്ള ലക്ഷ്യം. ഇനി അത് മാറിപ്പോകണ്ട. ആ ലക്ഷ്യം നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. റമദാനിൽ നിന്ന് നമുക്ക് നേടേണ്ടുന്ന നേട്ടം, അതാണ് രണ്ടാമത് നമ്മൾ അറിയേണ്ട കാര്യം. റമദാൻ എന്തിനാന്നുള്ള ചോദ്യം, അതിന്റെ മറുപടി കിട്ടി. ഇനി റമദാനിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഏത് വിഷയത്തെ ആയിരിക്കണം? ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, റമദാനിൽ നമ്മൾ ഇപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് ആകെ ഒന്ന് അത്താഴത്തിന് എണീക്കണം, നോമ്പ് പിടിക്കണം, നോമ്പ് ഉറക്കണം, തറാവീഹ് നിസ്കരിക്കണം, സമയം ഉണ്ടെങ്കിൽ കുറച്ചു നേരം ഖുർആൻ ഓതണം. ഈ 5 കാര്യങ്ങൾ ശരി തന്നെയാണ്, അത് നിസ്സാരമല്ല. പക്ഷെ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന നമ്മുടെ ഒരു എയിമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട് റമദാനിൽ. അത് എല്ലാ ഇബാദത്തുകളിലും ആ ലക്ഷ്യമുണ്ട്. പക്ഷെ റമദാനിൽ അത് കുറച്ചും കൂടെ പ്രത്യേകമാകുകയാണ്. എന്താ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? ആതാക്കും ഷഹ്റു റമദാൻ, റമദാൻ മാസം നിങ്ങൾക്ക് സമാഗതമായി. ഈ റമദാൻ മാസം നിങ്ങൾക്ക് വന്നതോടുകൂടി അത് ഷഹ്റുൻ മുബാറക്കുൻ, അത് അനുഗ്രഹീത മാസമാണ്. ഫുത്തിഹത്ത് അബ്വാബുൽ ജിനാൻ, സ്വർഗങ്ങളുടെ വാതിലുകൾ അല്ലാഹു തുറന്നിടും. വഗുല്ലികത്ത് അബ്വാബുന്നാർ, നരകത്തിന്റെ കവാടങ്ങൾ അടയ്ക്കപ്പെടും. വസുഫിദത്ത് മറദത്തു ഷയാത്തീൻ, പിശാചുക്കളിലെ മുരടന്മാരെ ബന്ധിക്കും. ഇതാണ് റമദാൻ മാസം വന്നാൽ നമുക്ക് ഉണ്ടാകുന്ന നേട്ടം എന്ന് പറയുന്നത്. എന്താ ആ പറഞ്ഞ വാക്കുകൊണ്ട് എന്താ ശരിക്കും മനസ്സിലാകുന്നത്? നിങ്ങൾ സങ്കല്പിച്ചതിന് പൊടി പിടിച്ച് മാറാറെ പിടിച്ചെടുക്കണം, സ്വർഗത്തിന്റെ വാതിലൊക്കെ പൊടിയൊക്കെ തട്ടിയിട്ട് വൃത്തിയാക്കി തുണിയൊക്കെ ഇട്ട് തുടച്ച് തുറന്നിടുക, കാറ്റും വെളിച്ചം കയറുക. നമ്മുടെ വീടൊക്കെ ചിലപ്പോൾ ജനലൊക്കെ തുറന്നിട്ട് റൂമൊക്കെ വൃത്തിയാക്കൂലേ, അതുപോലെ അങ്ങനെയാണോ? സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്, അതെപ്പോഴും തുറന്നു കിടക്കും. അതിനർത്ഥം സ്വർഗത്തിന്റെ വാതിൽ സ്പെഷ്യലായി തുറക്കും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇത്രേ ഉള്ളൂ, സ്വർഗത്തിലേക്ക് പോകാനുള്ള മാർഗം എളുപ്പമായിരിക്കുന്നു ഈ റമദാൻ മാസത്തിൽ. നരകത്തിന്റെ വാതിൽ അടച്ചിടാന്ന് പറഞ്ഞാല് അതിനർത്ഥം നരകത്തിലേക്ക് പോകുന്ന കാരണങ്ങൾ ഈ മാസത്തിൽ കുറഞ്ഞിരിക്കുന്നു. പിശാചുക്കളെ ബന്ധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാല് മൂപ്പരെല്ലാവരെയും അറസ്റ്റ് ചെയ്തിട്ട് 30 ദിവസത്തേക്ക് റിമാൻഡിൽ ഇട്ടിരിക്കുകയാണ്, ഇനി അവരൊന്നും പുറത്തേക്ക് വിടില്ല. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഒരു തിന്മ ഉണ്ടാകാൻ പാടില്ല. തിന്മകൾ ഇപ്പോഴും നടക്കുന്നുണ്ടല്ലോ. റമദാൻ മാസമാണോ റമദാൻ മാസം അല്ലേ ഒന്ന് തിന്മകൾ നടക്കുന്നുണ്ടല്ലോ, പിശാചിന്റെ പ്രേരണയും നടക്കുന്നുണ്ട്. ബന്ധിക്കുക എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിന്റെ അർത്ഥം എങ്ങനെയാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അതിന്റെ ആശയം എന്താണ്? പൈശാചികമായ പ്രവർത്തനങ്ങൾ, ഖുവ്വത്തുൽ ഷയാത്തീൻ കുറച്ച് കുറയും. കഴിഞ്ഞ റമദാനില് ഒരു യാത്ര, ലോങ് യാത്രയാണ്, പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട്. ആ യാത്ര പോകുമ്പോൾ എൻ്റെ കൂടെ ഡ്രൈവറുണ്ട്. മൂപ്പര് പണ്ട് സംഗതി ഒരു ഗുണ്ടയൊക്കെ ആയിരുന്നു, അടിയിടി തടവൊക്കെ ആയിട്ട് നടന്നിരുന്ന ഒരാളാണ്. മൂപ്പര് പിന്നെ ആശയ തൗഹീദും ദീനൊക്കെ വന്ന് നല്ല മനുഷ്യനായി, സ്വാലിഹായ ഒരു മനുഷ്യനായി മാറി. അപ്പൊ മൂപ്പരെ നമ്മളെ കൂടെ കൊണ്ടുപോണത്. ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകുമ്പോ മുമ്പിലൊരു ബസ്സുകാരൻ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, വല്ലാതെ കഷ്ടപ്പെടുത്താണ്, കയറ്റിയും വിടുന്നില്ല, ആകെ ഒരു ഇത്. അപ്പൊ ഇയാൾ ഇങ്ങനെ വണ്ടിയിലിരുന്ന് പറയാണ്, ഉസ്താദെ റമദാൻ മാസമായിപ്പോയി, അല്ലെങ്കിൽ അവനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അപ്പൊ ആ ചെയ്യാൻ ഉദ്ദേശിച്ച പ്രവർത്തനം എന്തായാലും അതിന് തടസ്സം ആരായിരുന്നു? റമദാനായിരുന്നു. നമ്മൾ പറയാറില്ലേ, റമദാൻ മാസമായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇതിന് മറുപടി പറയും, ഇല്ലെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു. നമ്മുടെ വീട്ടില് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ റമദാൻ ആയതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ റമദാൻ നമ്മളെ പല
ശൈത്താനീയത്തിൽ നിന്നും തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പൊ റമദാനിൽ നിന്നും നമ്മൾ നേടേണ്ടുന്ന ഏറ്റവും പ്രധാനമായ കാമ്പ്, റമദാൻ മുഖ്യമായി മുന്നിൽ സമർപ്പിക്കുന്ന അതിന്റെ പ്രൊജക്റ്റ് എന്താണെന്ന് വെച്ചാൽ സ്വർഗത്തിലേക്ക് പോകാനുള്ള തടസ്സം നീക്കുക എന്നുള്ളതാണ്. സ്വർഗത്തിൽ പോകാൻ തടസ്സങ്ങൾ ഒരുപാടുണ്ട്. സ്വർഗം എന്നുള്ളത് സത്യത്തിൽ അത് യാഥാർത്ഥ്യമാണെന്ന് വിശ്വസിക്കുന്ന ഒരു മുഅ്മിനിനെ സംബന്ധിച്ച് സ്വർഗത്തിലേക്ക് പോകാനുള്ള കടമ്പകള് ആകെ 3 കടമ്പകളെ കിടക്കേണ്ടതുള്ളൂ. 3 കിടക്കാനുള്ളൂ. ഞാൻ ആ 3 പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ തന്നെ സ്വർഗത്തിലേക്കുള്ള തുണിയും കുപ്പായം തയ്ക്കാൻ പോകും. ആ 3 പറഞ്ഞു കഴിഞ്ഞാല് 2 പറയുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ടാവും, പാന്റും കുപ്പായൊക്കെ റെഡിയാക്കും. പക്ഷെ 3ാമത്തേത് നിങ്ങൾ കേൾക്കുമ്പോൾ കാര്യം കുറച്ച് ഗൗരവമുള്ളതെന്ന് മനസ്സിലാവും. സ്വർഗത്തിലേക്ക് പോകാനുള്ള 1ാമത്തെ കടമ്പ തൗഹീദ് ഉണ്ടാകണം. അതില്ലേ നമുക്ക്? അതില്ലേ? ഉണ്ട്. തൗഹീദ് ഉണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ. അള്ളാഹു അല്ലാത്ത ഒരാരാധ്യനും ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഉണ്ടെന്ന് പറയുന്നവൻ ഷിർക്കിന്റെ ആൾക്കാരാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. അള്ളാഹുവിന്റെ മുമ്പിലല്ലാതെ മറ്റെവിടെയും നമ്മൾ സുജൂദ് ചെയ്യൂല. ഒരു കല്ലിന്റെ മുമ്പിലോ ജാറത്തിന്റെ മുമ്പിലോ പ്രതിമയുടെ മുമ്പിലോ ഷെയ്ഖിന്റെ ഉപ്പാപ്പാടെ മുമ്പിലോ ഒന്നും നമ്മൾ സുജൂദ് ചെയ്യൂല. അവരോട് പ്രാർത്ഥിക്കൂല. അവർക്ക് നേർച്ച വഴിപാടുകൾ നടത്തില്ല. ആ വിഷയത്തിലൊക്കെ കണിശത കാണിക്കുന്ന ആൾക്കാരാണ്. നിങ്ങളോട് ഒരാൾ പറയാണ്, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു എമൗണ്ട്, നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയാത്തൊരു എമൗണ്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. ഒരു മുവഹിദിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. ആ എമൗണ്ട് മുമ്പിലേക്ക് വെക്കുകയാണ്. ഇത്ര കോടി, ഒരു 10,000 കോടി രൂപ നിങ്ങൾക്ക് തരാം, നിങ്ങൾ അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുമ്പിൽ ഒന്ന് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യാറാവൂല, ആകൂല. കാരണം അതിനേക്കാൾ വാല്യൂ ഉള്ളതാണ് നമ്മുടെ തൗഹീദ്, അല്ലെ? പിടിച്ചിരിക്കുന്ന നമ്മുടെ റമദാൻ മാസത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന നോമ്പ്, ആ നോമ്പ് നട്ടുച്ച സമയത്ത് ഒരാൾ വന്നിട്ട് പറയാണ് 1 കോടി രൂപ തരാം, ആ നോമ്പൊന്ന് മുറിക്കാമോ എന്ന് ചോദിച്ചാൽ മുറിക്കുമോ? ഇല്ല. അള്ളാന്റെ കൽപ്പനയുടെ മുമ്പിൽ നമ്മൾ അത്രയധികം ജാഗ്രതയുള്ള ആളുകളാണ്. അപ്പൊ തൗഹീദ് നമ്മുടെ കയ്യിലുണ്ട്. ശിർക്കില്ലാത്ത വിശ്വാസവുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ചിലപ്പോൾ പല അബദ്ധങ്ങളൊക്കെ ആ വിഷയവുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസത്തിന്റെ കുറവ്, അറിവില്ലായ്മ മൂലം ചില അബദ്ധങ്ങളൊക്കെ ഉണ്ടായിക്കൂടായില്ല. അതിന്റെ അപ്പുറത്തേക്ക് പ്രശ്നങ്ങളൊന്നും നമുക്കില്ല, അത് ഉറപ്പാണ്. അപ്പൊ സ്വർഗത്തിൽ പോകാനുള്ള ഒരു യോഗ്യത കംപ്ലീറ്റ് ആയിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ. കുറച്ചും കൂടെ പഠിക്കണം കേട്ടോ. തൗഹീദ് ഞാനീ പറഞ്ഞ അത് കുറച്ചും കൂടെ പഠിക്കണം. ഉസൂലുൽ സ്വലാത്തയും അതേപോലെ തൗഹീദുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവിധ വശങ്ങളും എല്ലാം നമ്മൾ ആഴത്തിൽ പഠിക്കണമെന്ന് മാത്രം. പഠിക്കുമ്പോൾ കുറേയും കൂടെ തൗഹീദിന് ബലം കിട്ടും എന്ന് മാത്രം. 2ാമത്തേത്, സ്വർഗത്തിലേക്ക് പോകാൻ ആവശ്യമായ ഇബാദത്തുകൾ, അമലുസ്വാലിഹാത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നത് പ്രകാരം നിർവഹിക്കുന്ന ആളുകളാണ് 2ാമത്തെ സ്വർഗത്തിൽ പോകാനുള്ള 2ാമത്തെ യോഗ്യത. അതായത് അമലുകൾ ചെയ്യണം, അമലുസ്വാലിഹാത്ത് ചെയ്യണമെങ്കിൽ തർക്കമില്ല. പക്ഷെ അമലുസ്വാലിഹാത്തുകൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ തന്നെ ചെയ്യണം. സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണല്ലോ റസൂൽ ഈ അമലുകൾ പഠിപ്പിച്ചത്. അപ്പൊ നമ്മുടെയൊക്കെ നാട്ടില് തൗഹീദ് ഇല്ലാത്ത എത്രയോ ആളുകൾ എത്രയോ നല്ല അമലുസ്വാലിഹാത്തുകൾ ചെയ്യുന്നുണ്ട്, എത്രയോ വലിയ പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എന്തല്ല അമലുസ്വാലിഹാത്ത് എന്ന് പറയാൻ പറ്റില്ല. സ്വർഗത്തിൽ പോകാനുള്ള അമലുസ്വാലിഹാത്ത് എന്ന് പറയില്ല. മറിച്ച് ഒരു നല്ല പ്രവർത്തനം എത്രയോ ഉള്ളൂ. ആ നല്ല പ്രവർത്തനത്തിന്റെ ഫലം ഭൂമിയിൽ തന്നെ അവർ അനുഭവിക്കുകയും ചെയ്യും. പരലോകത്തേക്ക് അത് നീക്കി വെക്കാൻ പറ്റൂല അങ്ങനെയുള്ള ആളുകളുടെ. അതും നമ്മൾ കുറെയൊക്കെ കണിശത കാണിക്കുന്ന ആൾക്കാരാണ്. കുറേ അമലുകൾ ചെയ്യുന്നില്ലെങ്കിലും അത്യാവശ്യം 5 നേരം ജമാഅത്തായിട്ടൊക്കെ നിസ്കരിക്കുന്നുണ്ട്. മുമ്പും ശേഷമുള്ള സുന്നത്തുകളൊക്കെ നമ്മൾ പരമാവധി ചെയ്യുന്നുണ്ട്. റമദാൻ മാസത്തിലെ നോമ്പെടുക്കുന്നുണ്ട്, സദഖകളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെ കൊണ്ടാകുന്ന പോലെയൊക്കെയുള്ള അമല സാലിഹാത്തുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോഴും വന്നിട്ട് ചോദിക്കും, ഉസ്താദെ ഞങ്ങളുടെ പള്ളി അടുത്തുള്ള പള്ളി, അവിടെ സുബഹി നമസ്കാരത്തിൽ കുനൂത്തുണ്ട്, തുടർന്ന് നിസ്കരിച്ചാൽ എന്താണ് ബിദഅത്ത് ചെയ്യാനുള്ള പേടി. നമസ്കാരത്തിന് ശേഷം കൂട്ടുപ്രാർത്ഥന നിർവഹിക്കുമ്പോൾ അതിന്റെ വിധി എന്താണ്? ഇങ്ങനെയൊക്കെ വന്ന് ചോദിക്കാറുണ്ട്. കാരണം ബിദ്അത്ത് വരരുത് എന്ന ഒരു കണിശത പാലിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ സ്വർഗത്തിൽ പോകാനുള്ള 2 കടമ്പകൾ പൂർത്തിയായി, അല്ലെ? റെഡിയായില്ലേ നമ്മൾ പോകാൻ? അപ്പോ 3ാമത്തതും കൂടി അങ്ങോട്ട് പറയാം. അപ്പൊ കാര്യം എളുപ്പമായി. 3ാമത്തേത്
ഈ ഭൗതിക ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. ഞാൻ മുമ്പ് നമ്മുടെ ക്ലാസ്സിൽ അതിനെപ്പറ്റി ചെറിയൊരു വിവരണം തന്നിരുന്നു. ചില ഖതീആത്തുകൾ സംഭവിക്കാറുണ്ട്. ഖതീആത്തുകൾ, വീഴ്ചകൾ, അബദ്ധങ്ങൾ. ചില സയ്യിആത്തുകൾ സംഭവിക്കാറുണ്ട്. ചെറിയ ചെറിയ തെറ്റുകൾ, അള്ളാന്റെ കൽപ്പനയ്ക്ക് എതിരായിട്ട് പോകുന്ന ചില ചില തെറ്റുകൾ. കബായിറുകൾ സംഭവിക്കാറുണ്ട്, പാപങ്ങൾ, വലിയ പാപങ്ങൾ. മൂബിഖാത്തുകൾ സംഭവിക്കാറുണ്ട്, ഗുരുതരമായ കുറ്റങ്ങൾ. എത്രണ്ണം പറഞ്ഞു? ഖതിയാത്ത്, സയ്യിആത്ത്, കബായിർ, മൂബിഖാത്ത്. 4. ഇത് 4 നമ്മളുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമാണ്. ഇതൊക്കെ ഉണ്ട്. തൗഹീദുണ്ട്, ഇബാദത്തുണ്ട്, അമലു സ്വാലിഹാത്തുണ്ട്. പക്ഷേ ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ മനുഷ്യൻ എന്ന നിലയിൽ നമ്മളിൽ സംഭവിക്കുന്ന തെറ്റുകളാണ്. ഈ 4 കാര്യങ്ങൾ വെച്ചുകൊണ്ട് സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ആദം അലൈഹിസ്സലാമിനെയും ഹവ്വയെയും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയത് കാരണം എന്താ? ശിർക്ക് ചെയ്തിട്ടാണോ? ആണോ? അല്ല. ജാരം കെട്ടിപ്പൊക്കിയിട്ടാണോ? അല്ല. അള്ളാഹിനെ ധിക്കരിച്ചു, അള്ളാഹുവിന്റെ പൂർണ്ണമായ കൽപ്പനകൾക്ക് എതിര് പ്രവർത്തിച്ചിട്ട് ജീവിച്ചു? ഇല്ല. ഒറ്റ കാര്യം ചെയ്തുള്ളൂ, ഒരേ ഒരു കാര്യം. ലാ തഖറബു ഹാദിഹി ശജറ, നിങ്ങൾ ആ മരത്തിന്റെ അടുത്ത് പോകരുത്, അതിൽ നിന്നും ഫലം പറിച്ചു ഭക്ഷിക്കരുത്. അവർ ആ മരത്തിന്റെ അടുത്ത് പോയി പഴം തിന്നു, കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചു. അപ്പൊ അള്ളാന്റെ ഒരു കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ചപ്പോഴാണ് സ്വർഗത്തിൽ നിന്ന് പോയത്. അതൊരു തിന്മയാണ്. അള്ളാന്റെ ഒരു കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു തിന്മയാ. ആ ഒരു തിന്മ വെച്ചിട്ട് പിന്നെ സ്വർഗത്തിൽ താമസിക്കാനുള്ള പെർമിഷൻ കൊടുത്തില്ല, പുറത്തായി. അപ്പൊ അതിനർത്ഥം എത്ര വലിയ തൗഹീദ് ഉണ്ടെങ്കിലും, എത്ര വലിയ ഇബാദത്തുകൾ ഉണ്ട് എങ്കിലും, തിന്മ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഈ പറയപ്പെട്ട 4 ഏതെങ്കിലും ഒന്നുണ്ടെങ്കിൽ അതുമായിട്ട് സ്വർഗത്തിൽ പോകാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഈ തിന്മകളിൽ നിന്നും നമുക്കൊരു മോചനം അനിവാര്യമാണ്. അതാണ് മഗ്ഫിറത്ത്. റമദാനിന്റെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്ന സന്ദേശം എന്താ? ലക്ഷ്യം എന്താ? മഗ്ഫിറത്താണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ, ഒരാൾ റമദാനിൽ ഈമാനോടെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് നോമ്പെടുത്താൽ ഓഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞ കാല പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും, മഗ്ഫിറത്ത് കൊടുക്കും. വേറൊരു ഹദീസിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു റിപ്പോർട്ട് ഇപ്രകാരം കാണാം: സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം. എണ്ണിക്കൊള്ളണം കേട്ടോ. സലവാത്തുൽ ഖംസ്, 5 നേരത്തെ നിസ്കാരം. അൽ ജുമഅത്തു ഇലൽ ജുമഅ, ഒരു ജുമഅ മുതൽ അടുത്ത ജുമഅ വരെയുള്ള സമയങ്ങൾ. വൽ ഉംറത്തു ഇലൽ ഉംറ, ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെ. റമദാനു ഇലാ റമദാൻ, ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ. മുകഫിറാത്തും മാ ബൈനഹുന്ന, അതിനിടയിൽ സംഭവിക്കുന്നതിന് അല്ലാഹു തആല മാപ്പാക്കി കൊടുക്കും, വിട്ടുവീഴ്ച ചെയ്യും. 4 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുള്ളത്. തിന്മകളെ പറ്റി പറഞ്ഞെടുത്ത് 4 കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒന്ന് കൂട്ടിച്ചേർക്കാം നമുക്ക്. ഒരു നിസ്കാരം മുതൽ അടുത്ത നിസ്കാരം വരെയുള്ള സമയം. ഇന്ന് മഗ്രിബ് നമസ്കരിച്ച നമ്മുടെ ജീവിതത്തിൽ ഈ മഗ്രിബ് നമസ്കാരത്തിന്റെയും ഇശാ നമസ്കാരത്തിന്റെയും ഇടയിൽ സംഭവിക്കുന്ന ഖതീആത്തുകൾ, അബദ്ധങ്ങൾ, ചെറിയ ചെറിയ അബദ്ധങ്ങളൊക്കെ സംഭവിക്കും. ഈ അബദ്ധങ്ങൾ നമ്മൾ ബോധപൂർവം ചെയ്യുന്ന തിന്മയല്ല, അത് നമ്മൾ അറിയാതെ സംഭവിച്ചു പോകുന്ന അറിവില്ലായ്മ മൂലം ഉണ്ടാകുന്ന വിഷയങ്ങളാണത്. അതൊക്കെ അബദ്ധങ്ങളാണ്. ഉദാഹരണത്തിന്, നിന്ന് വെള്ളം കുടിക്കരുത്, അത് ഇസ്ലാമിന്റെ നിയമമാണ്. ഒരാൾക്ക് അറിയില്ല അതിനെപ്പറ്റി, ഒരാൾ നിന്ന് വെള്ളം കുടിച്ചു. അയാൾ ചെയ്തിരിക്കുന്നത് എന്തല്ല, പാപമല്ല, മറിച്ച് ഒരബദ്ധാണ്. ഇപ്പൊ ഒരാള് ഇവിടെ വാഹനം പാർക്ക് ചെയ്യരുത്, ഒരു ബോർഡ് ഉണ്ട് അവിടെ, അയാളത് കണ്ടില്ല, അറിയാതെ കൊണ്ടുവന്നിട്ട് വാഹനം പാർക്ക് ചെയ്തു. അയാളെ സംബന്ധിച്ചിടത്തോളം അബദ്ധാണ് സംഭവിച്ചത്. പക്ഷെ എന്തുണ്ടാവും? ഫൈൻ ഉണ്ടാവും.
ഫൈൻ ഉണ്ടാവും. പോലീസുകാരനോട് പറയണ അബദ്ധമായിപ്പോയി സാറേ, അതൊന്നും പരിഗണിക്കില്ല, ആ അബദ്ധം ആവർത്തിക്കാൻ പറ്റില്ല, ഫൈൻ അപ്പടിച്ച്. അത് തന്നെ അബദ്ധം സംഭവിച്ചാലും ഫൈൻ ഉണ്ട്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഈ കുറഞ്ഞ സമയത്തിന്റെ ഇടയിൽ മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഇശാ നിസ്കരിക്കുന്നതോടുകൂടെ അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളയും. ഇശാ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ എങ്ങനെയെങ്കിലും നിസ്കരിച്ചാൽ പോരട്ടോ, അതിന്റെ എല്ലാ വ്യവസ്ഥയും പാലിച്ചുകൊണ്ടുള്ള നിസ്കാരം. ഇശാ നമസ്കാരത്തിന് ശേഷം സംഭവിക്കുന്ന അബദ്ധങ്ങളെ അള്ളാഹു ഫജ്ർ നിസ്കരിക്കുന്നതോടുകൂടെ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്തു കളയും. അപ്പൊ ഒരു കാര്യമുണ്ട്, ഈ നിസ്കാരത്തിന്റെ ഇടയിൽ നമ്മൾ മരണപ്പെട്ടാൽ ഈ അബദ്ധങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും. അതോടുകൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പരലോകത്തേക്ക് പോകുന്നത്. ഒരു കാര്യം അറിയണം, ഇവിടെ സംഭവിക്കുന്ന അബദ്ധങ്ങൾക്ക് ഇവിടെ നിന്ന് നമ്മൾ സോൾവ് ചെയ്യാതെ പരലോകത്ത് കൊണ്ടുപോയി സോൾവ് ചെയ്യാമെന്ന് വെച്ചാൽ നടക്കൂല. അത് വിചാരണ നേരിട്ടേ പറ്റൂ. പോലീസുകാരൻ വന്ന് ഫൈൻ അടച്ചു, ഫൈൻ ഇട്ടു, അപ്പൊ പേയ്മെന്റ് അപ്പൊ തന്നെ ക്ലിയർ ചെയ്തിട്ട് പോയാൽ അത് കഴിഞ്ഞ് അല്ലേ? അതല്ല, ഫൈൻ ഇട്ട് നമുക്ക് കോടതിയിൽ നിന്ന് കാണാം. ബാക്കിയുള്ള ആൾക്കാർ പറയില്ലേ കോടതിയിൽ നിന്ന് കാണാം, കോടതിയിൽ നിന്ന് കാണാം. കോടതി പോകണം, എന്ത് ചെയ്യും? കോടതി പോകുമ്പോ വിചാരണ നേരിടണം, ആ തെറ്റെന്താണെന്ന് മനസ്സിലാക്കണം, എന്നിട്ട് അവിടെ നിന്ന് നിശ്ചയിക്കും തീരുമാനങ്ങൾ എന്താണെന്ന്, അതനുസരിച്ചിട്ട് പോണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ദുനിയാവിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ റൂഹുള്ള സമയത്ത് ഈ സംഭവിച്ച അബദ്ധങ്ങൾ അപ്പൊ തന്നെ നമ്മൾ സോൾവ് ചെയ്യാനുള്ള മാർഗം നോക്കണം. അതല്ലാതെ നമ്മൾ അതുമായിട്ടാണ് പരലോകത്തേക്ക് പോകുന്നതെങ്കിൽ അത് അവിടെ വിചാരണ നേരിടണം. അങ്ങനെ വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ വിഷയങ്ങളും വിചാരണ ചെയ്യും. അത് മാത്രമാവില്ല, അതിലേക്ക് എത്തിയ എല്ലാ ഘടകങ്ങളും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കും. അതിനൊക്കെ മറുപടി നമ്മൾ കൊടുക്കും വേണം. അവിടെ നിന്ന് സോൾവ് ചെയ്യാൻ നടക്കൂല. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ നമ്മൾ അത് പരിഹരിക്കുക. രണ്ടാമത്തത് അൽ ജുമുഅത്തു ഇലൽ ജുമുഅ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ അതിനിടയിൽ ഒരാഴ്ച സംഭവിക്കുന്ന അബദ്ധങ്ങളല്ല, സയ്യിആത്തുകൾ. സയ്യിആത്ത് എന്ന് പറഞ്ഞാൽ ഈ ചെറിയ തിന്മകൾ, പാപങ്ങൾ. അതുണ്ടാവും നമ്മുടെ ജീവിതത്തിൽ. ചെറിയ ചെറിയ പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോ ചെറിയ പാപം ഏതാണ്, വലിയ പാപം ഏതാണെന്ന് നമ്മൾ അറിയണം ആദ്യം. നിസ്സാര വിഷയം എന്ന് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ നിസ്സാരമായിക്കൊള്ളണം എന്നില്ല. ഞാൻ മുമ്പ് പറഞ്ഞ നിന്ന് വെള്ളം കുടിക്കൽ ചെറിയ പാപമാണോ വലിയ പാപമാണോ? നമുക്ക് ചെറിയ പാപമാണ്. പക്ഷേ ഇബ്നു ജൗസി അദ്ദേഹത്തിന്റെ അൽ കബായിർ എന്ന കിതാബിലാണ് നിന്ന് വെള്ളം കുടിക്കൽ വലിയ പാപമായിട്ട് എഴുതിയേക്കുന്നത്. നമുക്ക് എന്ത് പാപ? ചെറിയ പാപ. കബായിറും സഗായിറും, വലിയ പാപവും ചെറിയ പാപവും എന്താണെന്ന് നമ്മൾ വേർതിരിച്ചറിയണം. നിസ്സാരമായ വിഷയങ്ങൾ, ഇപ്പൊ യാദർശികമായ ഒന്ന് ഔറത്ത് വെളിവാകുക, യാദർശികമായ ഔറത്ത് വെളിവാകലാണ്, അത് അബദ്ധാണ്. ബോധപൂർവം മുണ്ടും മാടി കുത്തിട്ട് നടക്കലോ, ഔറത്തും വെളിവാക്കിയിട്ടിട്ട് കുട്ടി ടൗസർ ഇട്ടിട്ട് റോട്ടുമ്മക്കൂടെ രാവിലെ നടക്കാൻ പോക്കോ നിസ്സാരമാണെന്ന് നമ്മൾ കരുതും. പക്ഷേ കബായിറുകളുടെ കൂട്ടത്തിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വലിയ പാപമായിട്ടല്ല, ചെറിയ പാപമായിട്ടല്ല, വലിയ പാപമായിട്ടാണ്. അപ്പൊ റോട്ടിൽ ഈ മറ്റേ കിബിലക്ക് അഭിമുഖമായി തുപ്പുക പോലെയുള്ള വിഷയങ്ങളെയൊക്കെയാണ് ചെറിയ പാപങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തിയത്. തുപ്പാൻ പാടില്ലാത്ത സ്ഥലത്ത് തുപ്പുക, അതൊക്കെ ചെറിയ പാപമായിട്ടാണ് ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പൊ വലിയ പാപവും ചെറിയ പാപവും രണ്ടും നമ്മളൊന്ന് തിരിച്ചറിയണം. അതിൽ സംഭവിച്ച ഈ ചെറിയ പാപങ്ങളെ അല്ലാഹു തആല അടുത്ത ജുമാ നമസ്കരിക്കുന്നതോടുകൂടെ മാപ്പാക്കും. അടുത്ത ജുമാ നമസ്കരിക്കാന്ന് പറഞ്ഞാൽ ഖത്തീബ് സലാം വിട്ടുന്നതിന്റെ തൊട്ടും പോകുന്ന കൂടുന്ന ആ നമസ്കാരമല്ല. ജുമാക്ക് മുമ്പുള്ള സുന്നത്ത് കുളി നിർവഹിച്ച് അൽക്കഹഫൊക്കെ ഓതി ജുമായുടെ സ്പെഷ്യൽ ഡ്രസ് ധരിച്ച് മസ്ജിദിൽ നേരത്തെ വന്ന് 2 റക്അത്ത് തഹയ്യത്ത് നിസ്കരിച്ച് ഖുത്ബ കേട്ട് ഖത്തീബിനോടൊപ്പം ജുമാ നമസ്കരിച്ച് അതിനുശേഷം 2 അല്ലെങ്കിൽ 4 സുന്നത്ത് നിസ്കരിച്ച് പോകുന്ന ആ ജുമായുടെ കാര്യമാണ് ഈ പറഞ്ഞത്. അല്ലാണ്ട് ആ ലാസ്റ്റ് ടൈമിൽ വന്നിട്ടുള്ള വെപ്രാള ജുമാ ഉണ്ടല്ല, അതല്ല ഇത്. അത് നമ്മളുടെ ചെറുപാപങ്ങളെ അല്ലാഹു തആല. മൂന്നാമത്തേത് കബായിറുകളാണ്. ഞാൻ ചോദിച്ചു, കബായിറുകളെ പറ്റി ചോദിച്ചു. നമ്മുടെ ക്ലാസ്സിലാണോ എന്നറിയില്ല.
ഏതൊരു ക്ലാസ്സിൽ ചോദിച്ചപ്പോ ആരോ പറഞ്ഞു അത് സബഉൽ മൂബിഖാത്ത് 7 വൻ പാപങ്ങളെ പറ്റിയാണ് പറഞ്ഞത്. അല്ല, അത് മൂബിഖാത്താണ്. കബായിർ എന്ന് പറഞ്ഞാൽ 70-ലധികം കബായിറുകളെ ഉലമാക്കൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറെ റിപ്പോർട്ട് പ്രകാരം 90ഓളം കബായിറുകൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, വൻ പാപങ്ങൾ. അതൊരാൾ ഉംറ ചെയ്യുമ്പോൾ പോകും, എളുപ്പമാണ്, പാപം പൊറുക്കാനുള്ള ഒരു മാർഗമാണ് ഉംറ. ഉംറ ചെയ്താൽ ആ പാപങ്ങൾ അല്ലാഹു പുറത്തു കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ ഹദീസ് വായിച്ചിരുന്നു. താബിഉ ബൈനൽ ഹജ്ജി വൽ ഉംറ, ഹജ്ജും ഉംറയും നിങ്ങൾ ഒരുമിച്ച് ചെയ്യുക, അടുത്തടുത്ത് നിർവഹിക്കുക. ഫഇന്നഹുമാ യൻഫിയാനി അൽ ഫഖറ വദ്ദുനൂബ, ഹജ്ജും ഉംറയും നിങ്ങളുടെ ദാരിദ്ര്യത്തെയും നിങ്ങളുടെ പാപങ്ങളെയും ഇല്ലാതെയാക്കും. അപ്പോ കഴിഞ്ഞ ഉംറ ചെയ്ത് ആ ഉംറ ചെയ്തിട്ട് ഇനി അടുത്ത ഉംറ എപ്പോഴാണ് ചെയ്യുന്നത്, അതുവരെ ഞാൻ ചെയ്ത കബായിറുകളെ അല്ലാഹു തആല എന്ത് ചെയ്യും, ആ ഉംറയോടുകൂടെ ഇല്ലാതെയാക്കി തരും. ഇനിയുള്ളത് മൂബിഖാത്താണ്. അത് ഗുരുതര കുറ്റങ്ങളാണ്. ക്രിമിനൽ കേസ് എന്നല്ല, അതിന്റെ മുകളിലൊരു സാധനം ഉണ്ടല്ലോ, ക്രിമിനലുകളുടെ കൂട്ടത്തിൽ തന്നെ എന്താ അതിഭീകരന്മാരായ ക്രിമിനലുകളില്ലേ. നമ്മുടെ നാട്ടിലെ ക്രിമിനൽ കേസ്, ഒരാളെ കൊല്ലുക ക്രിമിനൽ കേസാണ് അല്ലെ. എന്നാൽ നമ്മുടെ രാജ്യത്തിന് ദോഷകരമാകുന്ന ദേശദ്രോഹ പ്രവർത്തനം ചെയ്യലോ ഒരാളെ കൊല്ലുന്നത് പോലെയുള്ള ക്രിമിനലാണോ? അല്ല, അതിന്റെയും മുകളിലുള്ള ക്രിമിനൽ കേസാണ്. അത് ഭയങ്കര ഗൗരവമുള്ള ഒരു ക്രിമിനൽ കേസാണ്. എനിക്ക് അതിന്റെ പേരെന്താണെന്ന് അറിയില്ല. അതാണ് ആ മൂബിഖാത്തുകളെ 7 എണ്ണമായിട്ട് പറയുന്നുണ്ട്. സബഉൽ മൂബിഖാത്ത്, 7 ഗുരുതര പാപങ്ങൾ. അതിൽ ശിർക്കൊഴിച്ച് ബാക്കിയെല്ലാം അല്ലാഹു തആല പുറത്തു കൊടുക്കാൻ തയ്യാറാണ്. ശിർക്ക് അല്ലാഹു പുറത്തു കൊടുക്കില്ല. ശിർക്കൊഴിച്ച് ബാക്കിയെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. പക്ഷേ ഒരു റമദാൻ ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് പുറത്തു കൊടുക്കാൻ, അത് മാപ്പാക്കി കിട്ടാനുള്ള ഏറ്റവും നല്ല ചാൻസാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അതാ ശരിക്കും. അപ്പൊ ഈ റമദാൻ മഗ്ഫിറത്തിനെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് റമദാന്റെ തൊട്ട് മുമ്പുള്ള വെള്ളിയാഴ്ചകൾ, അല്ലെങ്കിൽ റമദാന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച ഖത്തീബ് പറയുന്ന ഒരു ഖുതുബയുണ്ട്. ആ ഖുതുബയിൽ ഒരു ഹദീസ് ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിലേക്ക് കയറിയപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം എന്നിട്ട് പറഞ്ഞു, ഒരാൾക്ക് റമദാൻ സമാഗതമാവുകയും അയാൾക്ക് മഗ്ഫിറത്ത് കിട്ടാതെ പോവുകയും ചെയ്താൽ അള്ളാഹു അയാളെ വിദൂരതയിലാക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആമീൻ പറയാൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു. റമദാന്റെ ഏറ്റവും മുഖ്യം എന്താ? മഗ്ഫിറത്ത്. അത് നേടണം. എത്ര റമദാൻ കഴിഞ്ഞു പോയി? 50 റമദാൻ. 50ാമത്തെ റമദാനാണ് എൻ്റെ ലൈഫില്. അതിൽ ഒരു 15 റമദാൻ അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാം, തട്ടിക്കളയാം. വകതിരിവില്ലാത്ത കാലഘട്ടം. ബാക്കി 35 റമദാൻ. ഈ 35 റമദാനിൽ ഞാൻ മഗ്ഫിറത്ത് നേടിയും എന്ത് ഗ്യാരണ്ടി? 35 റമദാനിൽ ഞാൻ മഗ്ഫിറത്ത് നേടിയ ഒരാളാണ് എങ്കിൽ എനിക്കിനി ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തെ മഗ്ഫിറത്ത് മതി. അതും വലിയ മൂബിഖാത്തുകൾക്കുള്ള മഗ്ഫിറത്ത് മതി. കാരണം 5 നേരം നിസ്കരിക്കുന്നുണ്ട്, ജുമാ നമസ്കരിക്കുന്നുണ്ട്, ഖുതുബയും പറയുന്നുണ്ട്. ഉംറയാണെങ്കിൽ പറയാൻ വേണ്ട, 5-6 പ്രാവശ്യം പോയിട്ട് 2-3 ഉംറ ചെയ്യണം. കഴിഞ്ഞില്ലേ? അപ്പൊ പിന്നെ എനിക്ക് മൂബിഖാത്തിനെ പറ്റി മാറ്റി ചിന്തിച്ചാൽ പോരെ. ഈ റമദാനിൽ അതും കൂടെ കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞില്ലേ? ആ ഉറപ്പുണ്ടോ റമദാനിൽ എനിക്ക് മഗ്ഫിറത്ത് കിട്ടിയെന്നുള്ളത്? അത് നമ്മൾ ഉറപ്പിക്കണം. റമദാന്റെ മഗ്ഫിറത്ത് മറ്റ് മഗ്ഫിറത്തുകൾ പോലെയല്ല. മറ്റ് മഗ്ഫിറത്തുകൾ എന്ന് പറഞ്ഞാൽ ചില വ്യവസ്ഥകളോട് കൂടിയാണ് മഗ്ഫിറത്ത്. അള്ളാഹു മഗ്ഫിറത്ത് കംപ്ലീറ്റ് പുറത്തു കൊടുക്കും. വലദത്തുഹു ഉമ്മുഹു, ഉമ്മ പ്രസവിക്കപ്പെട്ടതുപോലെ എന്ന് പറഞ്ഞ ഒരു കർമ്മം അറഫയിൽ നിൽക്കുമ്പോഴാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറഞ്ഞു, അൻശിത് ലിന്നാസ യാ ബിലാൽ, എനിക്ക് വേണ്ടി ജനങ്ങളോടൊന്ന് നിശബ്ദമാക്കാൻ പറയൂ. ബിലാൽ റളിയല്ലാഹു അൻഹു ആ ജബലുർ റഹ്മയുടെ താഴ്ഭാഗത്ത് ഒരു ചെറിയൊരു തിട്ടുണ്ട്. നിങ്ങളിപ്പോ പോകുമ്പോ ഉംറക്കൊക്കെ പോകുമ്പോ കാണാം, ഒരു മണ്ണ് കൊണ്ട് മെഴുകിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ചെറിയൊരു മതില് പോലത്തെ സാധനം. അതിന്റെ മുകളിൽ കയറി നിന്നു. എന്നിട്ട് പറഞ്ഞു, യാ മആശറൽ മുസ്ലിമീൻ,
അൻസിത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹിക്ക് എന്തോ പറയാനുണ്ട്, എല്ലാവരും നിശബ്ദമാകും. നല്ല ശബ്ദമായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ. ജനങ്ങളെല്ലാം നിശബ്ദമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകത്തെ, ഖസ്വ എന്ന ഒട്ടകത്തെ ജനങ്ങളുടെ നേരെ തിരിച്ചു നിർത്തി. എന്നിട്ട് ഒരു ഗംഭീര വിളംബരം നടത്തുകയാണ്. ആ വിളംബരം കേട്ടാൽ തന്നെ ഈമാനുള്ളൊരു മുഅ്മിനിന്റെ രോമം ഇങ്ങനെ എഴുന്നേറ്റ് വെക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാനി ജിബ്രീലു ആനിഫ, എന്റെ അടുത്ത് ഇപ്പോൾ ജിബ്രീൽ വന്നിരുന്നു. ഫഖറഅ അലൈക്കും മിർ റബ്ബിക്കുമുസ് സലാം, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് സലാം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് നേരിട്ട് സലാം പറഞ്ഞിട്ടുണ്ട്. അള്ളാഹ് സലാം പറഞ്ഞു എന്ന് പറഞ്ഞാല് അള്ളാഹു സമാധാന സന്ദേശം നിങ്ങളെ അറിയിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയാനിരിക്കുന്ന പോയിന്റ് പറയുകയാണ്, ഇന്നല്ലാഹ ഖദ് ഗഫറ ലിമൻ ഇജ്തമഅ ഹുന, ഇവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുത്തിരിക്കുന്നു. അതാണ് ഒരവസരം. ജനങ്ങൾ വല്ലാതെ സന്തോഷത്താൽ പൊട്ടിക്കരഞ്ഞു, കെട്ടിപ്പിടിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഇതിൽപ്പെട്ടില്ല, ആ സന്തോഷ പ്രകടനത്തിലേക്ക് പോയില്ല. അദ്ദേഹത്തിന് ഒരു സംശയം ഉണ്ടായിരുന്നു. ജനങ്ങളുടെ ആ ബഹളം ഒതുങ്ങിക്കഴിഞ്ഞപ്പോ അദ്ദേഹം ആ സദസ്സിനോട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഹാദാ ലനാ ഖാസ, ഞങ്ങൾക്ക് മാത്രമാണോ അത്? എനിക്ക് ശേഷം ഒരു നബി ഉണ്ടാകുകയാണെങ്കിൽ അത് ഉമറായിരിക്കുമെന്ന് റസൂലുള്ളാഹി പറയാനുള്ള കാരണം അതാണ്. നിസ്സാരല്ല. ഒരു സമൂഹത്തിൽ ഇപ്പൊ കിട്ടിയിരിക്കുന്ന നിഅമത്തിൽ അദ്ദേഹം അവിടെ മാത്രം സംതൃപ്തനല്ല, അത് അടുത്ത തലമുറയ്ക്കും വേണം. അതൊരു ഭരണകർത്താവിന്റെ ഏറ്റവും കൂർമ്മ ബുദ്ധിയും വിശാല മനസ്സുമാണത്. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ തരം താഴ്ത്താൻ വേണ്ടി ഷിയാക്കൾ അദ്ദേഹത്തിന്റെ മേൽ ഇല്ലാ കഥ പ്രചരിപ്പിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, സി.എച്ച്. മുസ്തഫ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ ഉമർ റളിയല്ലാഹു അൻഹു ചുട്ടുകൊന്നു, കത്തിച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞത് ഈ അടുത്ത ദിവസം പ്രസംഗിച്ചതാണ് സി.എച്ച്. മുസ്തഫ. അപ്പോ അദ്ദേഹം ആ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം ചോദിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശബ്ദനായി നിന്നു, മറുപടി പറഞ്ഞില്ല. കാരണം ആ ചോദ്യത്തിനുള്ള മറുപടി വന്നിട്ടില്ല. അപ്പൊ നമുക്കെന്ത് മനസ്സിലായി? ആദ്യം വന്നിരിക്കുന്ന വഹി അവിടെ ഒരുമിച്ച് കൂടിയ ആളുകൾക്ക് മാത്രം മഗ്ഫിറത്ത് കിട്ടി എന്നുള്ള വഹിയാണ്. ശേഷമുള്ള ആളുകൾക്ക് ആ റിപ്പോർട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് തല ഉയർത്തിയിട്ട് പറഞ്ഞു, ഹാദാ ലക്കും വലിമൻ അതാ ബഅദക്കും ഇലാ യൗമിൽ ഖിയാമ, ഇത് നിങ്ങൾക്കും നിങ്ങൾക്ക് ശേഷം അന്ത്യനാൾ വരെ ഇവിടെ ദുൽഹജ്ജ് 9 അന്ന് അറഫ ദിനത്തിൽ ഇവിടെ ഒരുമിച്ച് കൂടുന്ന മുഴുവൻ വിശ്വാസികൾക്കും ബാധകമാണ്. അപ്പോ ഒരു മഗ്ഫിറത്ത്, വിശാല മഗ്ഫിറത്തിന്റെ അവസരം ഒരു പകൽ മാത്രം അറഫയുടെ അന്ന്. അതിനെന്ത് വേണം? 6 ലക്ഷം രൂപ വേണം. നമുക്ക് ഇവിടെ നിന്ന് പോകാനുള്ള ആരോഗ്യം വേണം. അത് മാത്രം പോരാ, അവിടെ എത്തിയിട്ട് അറഫയുടെ അന്ന് ആരോഗ്യത്തോടുകൂടെ അവിടെ എത്താൻ പറ്റണം, അല്ലേ? കടമ്പകൾ ഒരുപാടുണ്ട്. അതുപോലെ ഒരു വിശാലമായ മഗ്ഫിറത്ത് അല്ലാഹു പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അത് റമദാൻ മാത്രമാണ്. റമദാനിന്റെ ആരംഭം ഏതൊരു അസ്തമയത്തോടു കൂടിയാണോ റമദാൻ ആരംഭിക്കുന്നത്, ഏതൊരു അസ്തമയത്തോടു കൂടിയാണോ റമദാൻ അവസാനിക്കുന്നത്, അതിന്റെ ഇടയിലുള്ള മുഴുവൻ സമയങ്ങളും അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കാൻ തയ്യാറാണ്. എന്ത് ചെയ്താൽ മതി? നമ്മൾ ചോദിച്ചു വാങ്ങിച്ചാൽ മതി. വേറൊന്നും വേണ്ട, പൈസ മുടക്കണ്ട, ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അള്ളാഹിനോട് മഗ്ഫിറത്ത് ചോദിക്കുക, വാങ്ങിക്കുക. പരമാവധി ഇസ്തിഗ്ഫാർ. എല്ലാ ഇബാദത്തുകളിലും അള്ളാഹു വളരെ കുറച്ചാണ് മഗ്ഫിറത്ത് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പൊ നിസ്കാരത്തിന് മഗ്ഫിറത്ത് ഉണ്ട്, വളരെ കുറഞ്ഞതാണ്. നിസ്കാരത്തിലുള്ള പ്രാർത്ഥനകളിൽ ഭൂരിപക്ഷം പ്രാർത്ഥനയും എന്തിനുള്ള പ്രാർത്ഥനയാ? മഗ്ഫിറത്തിനുള്ള പ്രാർത്ഥനയാണ്.
അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടി കഴിഞ്ഞാൽ ആദ്യം നടത്തുന്ന പ്രാർത്ഥന എന്താ? അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്തായ കമാ ബഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. അല്ലേ? ദുആഉൽ ഇഫ്തിതായിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ അതല്ലേ? വജ്ജഹത്തു വജ്ഹി അല്ലദീ ഫതറ സമാവാതി. അതുണ്ട്. പക്ഷെ അതിനേക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ റസൂലുള്ളാഹി കൂടുതൽ നിർവഹിച്ചത് ദുആ ഏതാ? അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്തായ. അല്ലാഹുവേ, എന്റെയും എന്റെ പാപങ്ങളുടെ ഖതീആത്തുകളുടെയും ഇടയിൽ നീ വിദൂരത ഉണ്ടാക്കി തരണേ. ആകാശഭൂമികളോളമുള്ള വിദൂരത മഗ്ഫിറത്ത് ചോദിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത്. അതുപോലെ തന്നെ നിസ്കാരത്തിൽ സുജൂദിൽ ചെന്നാൽ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തം, ഇവിടെയൊക്കെ എന്തുണ്ട്? മഗ്ഫിറത്തിന്റെ പ്രാർത്ഥന. റുക്കൂഇലല്ല പ്രാർത്ഥനയിലൊക്കെ മഗ്ഫിറത്തിന്റെ പ്രാർത്ഥനകളുണ്ട്. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല മാത്രം. നമ്മൾ എന്ത് ചെയ്യും? സുബ്ഹാൻ റബ്ബിൽ അലീം, സുബ്ഹാൻ റബ്ബിൽ അദീമിൽ അവസാനിപ്പിക്കുക. അതിലെല്ലാം ഏഴിലധികം പ്രാർത്ഥനകൾ സുജൂദിലും റുക്കൂഇലൊക്കെ ഉണ്ട്. അതിലൊക്കെ മഗ്ഫിറത്തിന്റെ പ്രാർത്ഥനകൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിസ്കാരം അവസാനിപ്പിക്കുന്നത് എങ്ങനെയാ? സലാം വീട്ടുന്നതിന് മുമ്പ് അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു, അല്ലേ? അല്ലാഹുവേ, എനിക്ക് പുറത്തു തരണം. മഗ്ഫിറത്ത് ചോദിക്കുക. സലാം വീട്ടി കഴിഞ്ഞാൽ ആദ്യം 3 പ്രാവശ്യം എന്താ പറയണത്? അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ മഗ്ഫിറത്ത് നിറഞ്ഞ ഒരു ഇബാദത്താണ് നിസ്കാരം. അവിടെ എത്രയേ ഉള്ളൂ? ഒരു കുറഞ്ഞ മഗ്ഫിറത്താണ് നിശ്ചയിച്ചിരിക്കുന്നത്. അതേപോലെ സക്കാത്ത് മഗ്ഫിറത്തുണ്ട്, ഹജ്ജ് മഗ്ഫിറത്തുണ്ട്. ഇതിന്റെ എല്ലാം അപ്പുറം നിരവധി പ്രാർത്ഥനകൾ, ദുആകൾ, സുന്നത്തുകളെല്ലാം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതൊക്കെ മഗ്ഫിറത്തിന് വേണ്ടിയാണ്. പക്ഷേ ഒന്നും റമദാൻ പോലെ വിശാലമായ കംപ്ലീറ്റ് പാപമോചനത്തിനുള്ളതായ അവസരങ്ങളല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ റമദാനിന്റെ ആഗമനം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഏതാനും സമയങ്ങൾ മാത്രം ബാക്കി. കുറഞ്ഞ ദിവസമുള്ള ഒരു 3 ദിവസം ഒക്കെ ഉണ്ടാവും, അല്ലെ? വ്യാഴം, വെള്ളി, ശനി, ഞായറാഴ്ച മുതൽ റമദാൻ ആരംഭിക്കുകയാണ് മിക്കവാറും. അങ്ങനെ തന്നെയാണ്. അപ്പോ ഈ കുറഞ്ഞ ഈ സമയത്ത് നമ്മൾ ഒരു കൃത്യമായ റമദാൻ പാക്കേജ് തയ്യാറാക്കണം. കുറഞ്ഞ ടൈം നമ്മുടെ മുമ്പിലുണ്ട്. ആ കുറഞ്ഞ ടൈം കൊണ്ട് നമ്മളൊരു യാത്ര പോവുകയാണ് എങ്കിൽ ആ യാത്രയിൽ നമ്മൾ ചെയ്യേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്തിട്ടേ പോകുള്ളൂ. റമദാനിൽ നമ്മളൊരു പാക്കേജ് തയ്യാറാക്കണം. നമ്മൾ അത്താഴത്തിന് എഴുന്നേൽക്കുന്ന സമയം, അത്താഴത്തിന്റെ മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ, അത്താഴത്തിന് ശേഷം ഫജ്ർ നമസ്കാരം, അതിനുശേഷം ഓരോ ടൈമും കൃത്യമായി പ്ലാൻ ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഈ റമദാൻ കഴിയുമ്പോൾ നമ്മളോട് തന്നെ ചോദിക്കണം, എനിക്ക് മഗ്ഫിറത്ത് കിട്ടിയോ? കിട്ടി എന്ന് ഉറപ്പിക്കണം. മഗ്ഫിറത്ത് കിട്ടി എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? അത് ഒന്ന് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. എങ്ങനെ ഉറപ്പിക്കാൻ പറ്റും മഗ്ഫിറത്ത് കിട്ടി എന്നുള്ളത്? ഒന്നുമില്ല. റമദാന് ശേഷം നമ്മൾ റമദാന് മുമ്പുള്ള ആളാണോ റമദാനിലുള്ള ആളാണോ എന്നുള്ളത് ആണ്. നമ്മുടെ ജീവിതം എങ്ങനെയായിരിക്കും എന്നാണ് പിന്നെ തീരുമാനിക്കണം. അതനുസരിച്ചിട്ടാണ് നമുക്ക് മഗ്ഫിറത്ത് കിട്ടിയോ ഇല്ലയോ നമുക്ക് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൂടുതൽ ഇസ്തിഗ്ഫാർ ചെയ്യുക. ഇസ്തിഗ്ഫാറിന് നേട്ടങ്ങൾ ഒരുപാടുണ്ട്. നമ്മുടെ ക്ലാസ്സിൽ പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഭൗതിക നേട്ടങ്ങളുണ്ട്, പരലോക നേട്ടങ്ങളുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇസ്തിഗ്ഫാർ എന്നുള്ളത് വെറും അസ്തഗ്ഫിറുല്ലാഹിൽ മാത്രമല്ല അവസാനിപ്പിക്കേണ്ടത്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, അല്ലാഹുമ്മ ബഅദ് ബൈനി വബൈന ഖത്തായ. ആ പ്രാർത്ഥന, മഗ്ഫിറത്തിന്റെ പ്രാർത്ഥനകൾ ഒരുപാടുണ്ട്. ഇപ്പൊ റമദാനില് അവസാനത്തെ 10 വർദ്ധിപ്പിക്കാൻ പറഞ്ഞ പ്രാർത്ഥന ഏതാ? അല്ലാഹുമ്മ ഇന്നക അഫ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫ്വുനി, അല്ലേ? അത് അവസാനത്തെ 10 വർദ്ധിപ്പിക്കാനാ പറഞ്ഞത്. റമദാൻ 1 മുതൽ എന്ത് വേണം? ആ പ്രാർത്ഥന വേണം. എന്താ അതിനർത്ഥം? അല്ലാഹുവേ, നീ അഫ്വ് ഇഷ്ടപ്പെടുന്നവനാണ്, നീ അഫ്വാണ്, അഫ്വ് ഇഷ്ടപ്പെടുന്ന. അഫ്വ് എന്ന് പറഞ്ഞാൽ മാപ്പാക്കി കളയാ. ഫഅഫ്വുനി, എനിക്ക് മാപ്പാക്കി തരണേ, എന്റെ തെറ്റുകൾ പുറത്തു തരണേ, മാപ്പാക്കി തരണേ. അതിലൊരു മെസ്സേജ് കൂടെ ഉണ്ട് കേട്ടോ. അതായത് റമദാനിന് മുമ്പ് നമ്മൾക്ക് റമദാനിൽ പ്രവേശിക്കുന്ന ഒരാൾക്ക് വേണ്ടി അള്ളാഹു തആല മഗ്ഫിറത്തിനെ നിശ്ചയിക്കുമ്പോൾ 2 ആളുകൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. മഗ്ഫിറത്ത് കൊടുക്കൂല എന്ന് അള്ളാഹു പറഞ്ഞ രണ്ടേ 2 വിഭാഗമാണ്. ബാക്കി എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കും. ആരൊക്കെയാ 2 വിഭാഗം? ഒന്ന് മുശ്രിക്കിന് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കൂല. 2 മുഷാഹിനിന് അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കൂല. മുഷാഹിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ സഹോദരങ്ങൾക്കിടയിൽ, വിശ്വാസികളായാലും കുടുംബക്കാരായാലും അവർക്കിടയിൽ
പിണക്കം, പക, വെറുപ്പ്, ദേഷ്യം, കലഹം ഒക്കെ വെച്ചു പുലർത്തുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ റമദാനിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഖൽബുൻ സലീമായിട്ട് പ്രവേശിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതായത് മറ്റുള്ളവരുമായിട്ട് ഒരു തരത്തിലും വിദ്വേഷമോ പകയോ വെറുപ്പോ വെച്ചുകൊണ്ട് റമദാനിൽ പ്രവേശിച്ചിട്ട് കാര്യമില്ല. ഈ മഗ്ഫിറത്ത് നിങ്ങൾ എങ്ങനെ തലകുത്തി നിന്ന് ചോദിച്ചാലും കിട്ടൂല. ആദ്യം ചെയ്യേണ്ടത് എന്താ? അള്ളാഹിനോട് അഫ്വ് ചോദിക്കുന്നതിന് മുമ്പ് നമ്മളുടെ പിണക്കമുള്ള ആളുകളെ പോയി കണ്ടിട്ട് അവരോട് പിണക്കം മാറ്റണം. എന്തിനാ പിണങ്ങിയത്? പരലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പിണങ്ങിയത്, സ്വർഗമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് പിണങ്ങിയിട്ടുള്ളത് എങ്കിൽ അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ, ഒന്നും പറയാനുള്ള. അതിനെ ഞാൻ വിമർശിക്കുന്നില്ല. അതല്ലെങ്കിൽ പരലോകത്തുള്ള എന്തെങ്കിലും ഗുണനേട്ടങ്ങളെ സംബന്ധിച്ച് അള്ളാഹുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എന്തെങ്കിലും വിഷയത്തിനാണ് പിണങ്ങിയത്? അല്ല. ഒന്നിരിക്കൽ അതിർത്തി തർക്കമായിരിക്കും, അല്ലെങ്കിൽ കല്യാണത്തിന് വിളിക്കാത്തതായിരിക്കും, അല്ലെങ്കിൽ കണ്ടപ്പം മിണ്ടിയില്ല എന്നുള്ളതായിരിക്കും, അല്ലെങ്കിൽ ഗൾഫിൽ പോയപ്പോൾ പറഞ്ഞിട്ടില്ല എന്നതായിരിക്കും. അങ്ങനത്തെ എന്തെങ്കിലും വിഷയമായിരിക്കും, ഭൗതികമായ എന്തെങ്കിലും വിഷയമായിരിക്കും. അല്ലെങ്കിൽ മകളുടെ കല്യാണത്തിന് ഭാര്യയുടെ വീട്ടിൽ നിന്ന് ഒന്നും തന്നില്ല, സഹായിച്ചില്ല എന്നതായിരിക്കും. അല്ലെങ്കിൽ പറഞ്ഞ പറമ്പ് വിട്ടപ്പ ഓഹരി നിന്ന് കുറഞ്ഞു പോയി, ഇതൊക്കെ തന്നെയല്ലായിരിക്കും. അല്ലെങ്കിൽ കൂട്ടുകാരായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിസ്സാരമായ വിഷയങ്ങൾ എന്തെങ്കിലും ആയിരിക്കും. അത് മാറാൻ എന്താ വഴി? പോവാ, അസ്സലാമു അലൈക്കും പറയാ, കഴിഞ്ഞില്ലേ? ഇസ്ലാമിൽ അത്രേ ഉള്ളൂ. വക്കീലിനെ ഒന്നും കൂട്ടിക്കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. കേറാ ചെല്ലുക, അവരുടെ ഭാഗത്തായിരിക്കും തെറ്റ്, എന്നാലും നമ്മൾ ചെല്ലുക, അസ്സലാമു അലൈക്കും, റമദാനാണ് കേട്ടോ വരുന്നത്, ഞാൻ എന്റെ ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് മാപ്പാക്കിയേക്ക്, അസ്സലാമു അലൈക്കും, പോരാ, കഴിഞ്ഞില്ലേ? അപ്പൊ അങ്ങനെ ഒരു മുഷാഹിദിന്റെ മനസ്സാകാതെ വിശാലമായ ഒരു മനസ്സോടുകൂടെ റമദാനിൽ പ്രവേശിക്കുക. അള്ളാഹു വിശാലത ചെയ്തു തരുന്നു, നമ്മൾ അതിനേക്കാൾ വലിയ അതുപോലെ നമ്മൾ വിശാലതയ്ക്ക് വേണ്ടി തയ്യാറാവുക. അള്ളാഹു നമുക്ക് അതിനെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രധാനമായ 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു. ഒന്ന്, റമദാൻ മാസത്തിൽ 1 മുതൽ 30 വരെ നമ്മുടെ ഈ മസ്ജിദ് കേന്ദ്രീകരിച്ചുകൊണ്ട് നോമ്പ് തുറ, അതായത് യാത്രക്കാരായ ആളുകൾക്കും മറ്റും ഒക്കെ, അതിൽ പാവപ്പെട്ടവരൊക്കെ ഉണ്ടാവും, 60ഉം 80ഉം ആളുകളൊക്കെ വരെ കഴിഞ്ഞ പ്രാവശ്യം നോമ്പ് തുറക്കുണ്ടായിട്ടുണ്ട്. അപ്പൊ നോമ്പ് തുറ ഇവിടെ സജ്ജീകരിക്കുകയാണ്. അതേപോലെ അവസാനത്തെ 10 അത്താഴവും ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വിശാലമായ ഇതിലാണ്. അതിനുവേണ്ടി ഒരു മെസ്സും സംവിധാനങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരില്ല, അതിനുവേണ്ടി മാത്രമായിട്ടൊരു മെസ്സും കാര്യങ്ങളും ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നിങ്ങളെ കൊണ്ടാകുന്നത് പോലെ ഭാഗവാക്കാകുക. അത് നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വലിയ ഒരു പ്രശംസനീയമായ ഒരു പ്രവർത്തനമാണത്. കാരണം പ്രത്യേകിച്ച് ഇവിടെ പല ഓഫീസുകളും ഒരുപാട് പല രാജ്യങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആളുകളൊക്കെ ഒരുമിച്ച് കൂടുന്ന ഒരു കേന്ദ്രം എന്ന നിലയിൽ ആരൊക്കെയാണ് ഇവിടെ വന്ന് നോമ്പ് തുറക്കുക എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പൊ അവർക്ക് വേണ്ടിയുള്ള സൗകര്യമാണ്. നിങ്ങളെ കൊണ്ടാകുന്ന പോലെ അതിൽ സഹകരിക്കാം. ഒരു ദിവസത്തെ പറ്റുമെങ്കിൽ ഒരു ദിവസത്തെ, അതല്ല മുഴുവൻ ദിവസത്തെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മുഴുവൻ ദിവസത്തെ അതിനെ ഏറ്റെടുക്കുക. രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഈ മസ്ജിദിന്റെ അകത്തിപ്പെട്ടിരിക്കുന്ന പായ് മാറ്റിയിട്ട് ഒരു പുതിയ പായ് തരാമെന്നത് മുഴുവൻ കംപ്ലീറ്റ് ഒരാൾ ഓഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ കാർപ്പറ്റ് വേണമെന്ന് ചോദിച്ച് കാർപ്പറ്റ് വേണ്ട എന്ന് നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഇതുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അദ്ദേഹം കാർപ്പറ്റ് ഇട്ട് തരാൻ തയ്യാറാണ്. അപ്പോൾ അത് ഇൻഷാ അല്ലാഹ് നാളെ ഇവിടെ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. പരിശുദ്ധ റമദാൻ മാസത്തിന്റെ പ്രത്യേകതകളിൽപ്പെട്ടതാണ്. റമദാൻ മാസത്തിന് ഷെഹ്റു റമദാൻ എന്ന് പേരുള്ളത് പോലെ തന്നെ ഒരു പേരുണ്ട്, ഷെഹ്റുൽ മുവാസാത്ത് എന്ന പേരുണ്ട്. ഷെഹ്റുൽ മുവാസാത്ത് എന്ന് പറഞ്ഞാൽ ആശ്വസിപ്പിക്കലിന്റെ മാസം എന്നതാണ്. നമുക്ക് നമ്മളെ കൊണ്ടാകുന്ന ആളുകൾക്കെല്ലാം ആശ്വാസമേവുക ഈ റമദാൻ മാസത്തിൽ. അത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അല്ലാഹു തആല നമ്മളിൽ നിന്നും ഈ പുണ്യപ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ മാസത്തെ യഥാവിധി ആദരവോടുകൂടെ സ്വീകരിക്കാനും അതിൽ കൂടുതൽ ഇബാദത്തുകൾ നിർവഹിക്കാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിലൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ വേണ്ടി മുകളിൽ ഒരു പ്രത്യേകമായ ഒരു ഏരിയ തിരിച്ചിട്ടുണ്ട്. ആ ഏരിയ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇവിടെ വളരെ ബുദ്ധിമുട്ടായിരുന്നു നിസ്കരിക്കാൻ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഏരിയ തിരിച്ച് വളരെ ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. അതിലൊരു എയർ കണ്ടീഷനും കൂടെ വെക്കാനുണ്ട്. 50,000 രൂപയോളം ചെലവ് വരുന്ന കാര്യമാണ്. അതും നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കാൻ കഴിയുമെങ്കിൽ നമ്മുടെ സമീറിനെയോ അല്ലെങ്കിൽ ജാഫറിനെയോ ഈ നോമ്പ് തുറയുടെയും ഇതിന്റെയും കാര്യങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടൊന്ന് ധാരണയാകുക. അള്ളാഹു
നമ്മുടെ സൽപ്രവർത്തനങ്ങളെ സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് റമദാൻ 20-നാണ്, മാർച്ച് 20-നാണ് ഞാൻ ഇൻഷാ അല്ലാഹ് ഇനി ക്ലാസ്സിന് വരുള്ളൂ. അപ്പൊ നമുക്ക് നേരിട്ട് കാണാം. ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.